ഇന്ന് നമുക്ക് റഷ്യൻ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ 6 strandsലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന പോയിൻ്റ്, ബി, സി, ഡി ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നീഡിൽ എയിൽ നിന്ന് ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ തന്നെ ഇവിടെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അതിന് എ എന്ന പോയിന്റിൽ തന്നെ വീണ്ടും നമുക്ക് നീഡിൽ ഇതുപോലെ കുത്തി കൊടുക്കാം. എന്നിട്ട് ഈ ബിയിൽ നമുക്കിതുപോലെ എടുക്കാം നീഡിൽ ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് ഇതുപോലെ ചുറ്റി കൊടുക്കാം. നമ്മൾ ലേസി ഡേസി തയ്ക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇവിടെ നീഡിൽ ഇറക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ബി എന്ന പോയിന്റിലാണ് നീഡിൽ ഇതുപോലെ കുത്തേണ്ടത്. എന്നിട്ട് ഈ സിയിൽ ഇതുപോലെ നിർത്താം, ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കാം. നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ചുറ്റി കൊടുക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ഇതുപോലെ നമുക്ക് നീഡിൽ മെല്ലെ വലിക്കാം. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആവാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് വേണം നമുക്കിത് തയ്ച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇറക്കി കൊടുക്കാൻ നീഡിൽ നമ്മൾ ലേസി ഡേസി തയ്ക്കുന്ന പോലെ തന്നെ. ഇനി നമുക്ക് വീണ്ടും നീഡിൽ എടുക്കേണ്ടത് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഈ ഡിയിലോട്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണോ തയ്ച്ചത് അതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കാം. ബിയിൽ നീഡിൽ ഇതുപോലെ കുത്തിയിട്ട് ഡിയിലോട്ട് ഇതുപോലെ. എന്നിട്ട് നമുക്കിവിടെ നീഡിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് റഷ്യൻ ചെയിൻ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. നമുക്ക് ബോർഡർ ഡിസൈനിലും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഓൾ ഓവർ ഡിസൈനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ഓവർ ഡിസൈനായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് ഫ്രഞ്ച് നോട്ട് തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ലോങ് ഫ്രഞ്ച് നോട്ട് തയ്ച്ചു കൊടുക്കാം. പിന്നെ ബീഡ്സൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് ഞാനൊരു ബീഡ് തയ്ച്ച് കാണിക്കാം. അപ്പോൾ ഇങ്ങനൊരു ബീഡൊക്കെ തയ്ച്ചാൽ നമുക്കിത് ഓൾ ഓവർ ഡിസൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണിത്. പിന്നെ നമുക്ക് ഇതുപോലെ ബോർഡറും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട്, കണ്ടോ ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ നടുക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ബീഡ്സൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റിച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.